നിക്ഷേപത്തിന് ബെസ്റ്റ് സ്വർണം തന്നെ. ബിറ്റ്കോയിനേക്കാൾ നേട്ടം, ലാഭം ഇങ്ങനെ. 2025 ആദ്യ 2 മാസങ്ങൾ ഓഹരി വിപണി നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ താരിഫ് ഭീഷണികൾ കാരണം ഭൗമരാഷ്ട്രീയ മേഖലയിലെ മൊത്തത്തിൽ അനിശ്ചിതത്വം നിലനിന്നപ്പോഴും സ്വർണം, ക്രിപ്റ്റോകറൻസി തുടങ്ങിയ മറ്റ് ആസ്തി വിഭാഗങ്ങൾക്ക് റിട്ടേൺ തികച്ചും വ്യത്യസ്തമായി പ്രവർത്തിച്ചു. യുഎസിന്റെ താരിഫ് ഭീഷണി കാരണം നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപങ്ങളിലേക്ക് തിടുക്കം കൂട്ടുകയും വിതരണ ശൃംഖലയിലെ അനിശ്ചിതത്വം സൃഷ്ടിക്കുകയും പണപ്പെരുപ്പത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുകയും ചെയ്തതിനാൽ ഈ വർഷം ഇതുവരെ സ്വർണ്ണവില 12% ഉയർന്നു. കഴിഞ്ഞ മാസം മാത്രം ഓഹരി വിപണികൾ നഷ്ടത്തിൽ തുടർന്നിട്ടും സ്വർണം ഏകദേശം 3% ഉയർന്നു. ഇതേ കാലയളവിൽ S&P 500 സൂചിക 1.5% ഇടിഞ്ഞു. ടെക് ഹെവി സൂചികയായ നാസ്ഡാക്കും ഏകദേശം 4% നെഗറ്റീവ് റിട്ടേണുകൾ നൽകി നിക്ഷേപകരെ ആകർഷിക്കുന്നതിൽ പരാജയപ്പെട്ടു. ആഭ്യന്തര ബെഞ്ച്മാർക്ക് സൂചികകളായ സെൻസെക്സും നിഫ്റ്റിയും കഴിഞ്ഞ മാസം ഏകദേശം 5% ഇടിഞ്ഞു. അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനാൽ നിക്ഷേപകർ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നത് തുടരുകയാണ്. നിക്ഷേപകർ പരമ്പരാഗത ആസ്തികളിലേക്ക് മടങ്ങുന്നതായി തോന്നുമെങ്കിലും ഏറ്റവും അപകടസാധ്യതയുള്ള ആസ്തി ക്ലാസുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ക്രിപ്റ്റോകറൻസിയുടെ പാത അവഗണിക്കുന്നത് തെറ്റായിരിക്കും. നിക്ഷേപകരുടെ താൽപര്യം ആകർഷിക്കുന്നത് ബിറ്റ്കോയിന് മാത്രമല്ല, ADA, XRP, എതെറിയം പോലുള്ള മറ്റ് ക്രിപ്റ്റോ നാണയങ്ങളും കൂടിയാണ്. ഡിജിറ്റൽ ആസ്തി മേഖലയിലെ പ്രബലമായ ക്രിപ്റ്റോകറൻസിയായി ബിറ്റ്കോയിന് തുടരുമ്പോഴും പരിമിതമായ വിപണി വിഹിതമുള്ള മറ്റ് ക്രിപ്റ്റോ നാണയങ്ങൾ വളരെ വേഗത്തിൽ ആക്കം കൂട്ടാൻ തുടങ്ങുമെന്ന് പലരും കണക്കാക്കുന്നു. ട്രംപ് ആദ്യമായി ക്രിപ്റ്റോ റിസർവ് എന്ന് പരാമർശിച്ചപ്പോൾ തന്നെ ബിറ്റ്കോയിനിൽ നേരിയ വർധനവ് ഉണ്ടായി. അതേസമയം ADA, SOL, XRP പോലുള്ള മറ്റ് ഡിജിറ്റൽ നാണയങ്ങൾ 50% വരെ കുതിച്ചു. ഈ വർഷം ആദ്യം ഗോൾഡ്മാൻ സാച്സ് ബിറ്റ്കോയിനിലും എതെറിയം എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളിലും നിക്ഷേപം വർദ്ധിപ്പിച്ചു. എതെറിയം ETF ഹോൾഡിംഗുകൾ 2000% വർദ്ധിപ്പിച്ചു. ഈ വർഷം ഇതുവരെ നിരവധി ക്രിപ്റ്റോ നാണയങ്ങൾ കുതിപ്പ് നടത്തി എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴും ആസ്തി വിഭാഗത്തിലെ ചാഞ്ചാട്ടം അവഗണിക്കാനാകില്ല. ഇവിടെയാണ് സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ സ്വർണം മികച്ച റിട്ടേൺ നേടുന്നത്. കഴിഞ്ഞ വർഷം മഞ്ഞലോഹം 25% ഉയർന്നു. കഴിഞ്ഞ വർഷത്തെ കുതിപ്പ് ഈ വർഷവും തുടരും എന്നും സ്വർണ്ണ വില $3000 എന്ന വിലനിലവാരത്തിലെത്തുമെന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നു. അനിശ്ചിതത്വം വ്യക്തിഗത നിക്ഷേപകരെ മാത്രമല്ല, സെൻട്രൽ ബാങ്കുകളെയും അവരുടെ സ്വർണ്ണ ഹോൾഡിംഗ് വർദ്ധിപ്പിക്കാൻ നിർബന്ധിതരാക്കി. ഇത് വില ഉയരാൻ കാരണമായി. മുകളിൽ പറഞ്ഞിരിക്കുന്നത് ഒരു നിക്ഷേപ നിർദ്ദേശമല്ല, ലഭ്യമായ വസ്തുതകൾ അടിസ്ഥാനമാക്കിയുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഓഹരി നിക്ഷേപങ്ങൾ വിപണികളിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് എന്ന വസ്തുത എപ്പോഴും ഓർക്കുക. അതിനാൽ തന്നെ ഇത്തരം നിക്ഷേപങ്ങൾ സ്വന്തം ഉത്തരവാദിത്വത്തിൽ വേണം.